അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഹോം ടൂർ ആയാലോ? നല്ല അടിപൊളി ഒരു വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട് നമ്മൾ കണ്ണൂർ കാഞ്ഞിരോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട് കൂടിയിട്ട് ഏകദേശം 2-3 മാസമായി. അന്നേരം ഞാൻ വീട് കൂടുതലിന് പോയ സമയത്തെടുത്ത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത്. ഇത് പിന്നെ അത് പകലെടുത്തൊരു വീഡിയോ. പിന്നെ ഞാനവിടെ രാത്രിയാണ് പോകുന്നത്. ഒരു മഗ്‌രിബിൻ്റെ ടൈം അവിടെ പോയത്. എൻ്റെ കസിൻ്റെ മോളെ വീടാണ്. പിന്നെ ബേസിക്കലി തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്ന് അവളെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണ്. പിന്നെ അവൾ 25 സെൻറ്റ് സ്ഥലമുണ്ട്. 25 സെൻറ്റ് സ്ഥലത്ത് 10 സെൻറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 3000ൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. താഴെ മാത്രം ഒറ്റ നിലയിലാണ് ഈ വീട് പിന്നെ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ പിന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ ഒന്നില്ലാണ്ട് ഒരു ഫ്ലോർ മാത്രമായിട്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന മറിയ ഗ്രൂപ്പാണ്. മറിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആഷിഖ് മാമൂൻ്റെ. എൻ്റെ വീട് നമ്മൾ ആഷിഖ് മാമൂന് തന്നെ കൊടുത്തിരിക്കുന്നത് മറിയ ഗ്രൂപ്പിന് തന്നെയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അതറിഞ്ഞത്. കാരണം ഞാൻ അവളോട് ആരാ ചെയ്തതെന്ന് വെച്ചപ്പോൾ ആഷിഖ് മാമൂന്ന്. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നല്ല വലിയൊരു സിറ്റിംഗ് റൂമാണ് വരുന്നത്. സിറ്റിംഗ് റൂമിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേപോലെ നല്ല പേസ്റ്റൽ ഗ്രീൻ കളറിൽ നല്ല അടിപൊളി സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് റൂം നല്ല വലിപ്പമുണ്ട്. ശരിക്കും നല്ല ഹൈറ്റ്, റൂഫ് നല്ല ഹൈറ്റിലുള്ള. കാരണം നമുക്ക് ഒന്നാമത് ഒരു നില വീടാകുമ്പോൾ കുറച്ച് ചൂട് കുറയും. അങ്ങനെ നമ്മളിപ്പോൾ സിറ്റിംഗ് ഹാളിൽ നിന്ന് നമ്മളത് കാണുന്നുണ്ട്. നേരെ കാണുന്നത് ആ റൂം ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. അതൊരു റൂമല്ല, ഒരു ഹോള് പോലത്തെ സംഭവം, ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ സിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സാധാരണ നമ്മൾ റെക്റ്റാങ്കിളിലെല്ലാം ഡൈനിങ് കാണുന്നുണ്ട്. നല്ല സ്ക്വയറിൽ നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ബേസിൻ ഏരിയ ഉണ്ട്, വാഷ് ഏരിയ, നമുക്ക് കൈ കഴുകാനും അവിടെ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഇത് നമ്മൾ ഓപ്പൺ കിച്ചണിൻ്റെ സംഭവമാണ്. ഓപ്പൺ കിച്ചണിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ ഡെക്കർ ഐറ്റംസ് എല്ലാം വെക്കാൻ പറ്റിയോ കബേർഡ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തട്ടടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്യാൻഡിൽ അങ്ങനത്തെ എല്ലാം ക്യാൻഡിൽ ഹോൾഡറെല്ലാം വെക്കാൻ പറ്റിയ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ആ ഓപ്പൺ കിച്ചണിലേക്കാണ് വരുന്നത്. ഓപ്പൺ കിച്ചണിൽ അങ്ങനെ അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നോട് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെറും ഓവൺ മാത്രം അവിടെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് ഓപ്പൺ കിച്ചണിൻ്റെ ഈ സൈഡിലുള്ളതും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ല കബേർഡിൻ്റെ അവിടെ നമ്മളെ ക്രോക്കറി ഐറ്റംസ് എല്ലാം വെക്കാൻ പറ്റിയ ഒരു സ്ഥലം കബേർഡായിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ മെയിൻ കിച്ചണിലേക്കാണ് പോകുന്നത്. മെയിൻ കിച്ചണിൽ ഇതേപോലെ ഇങ്ങനെ തട്ടുകളെല്ലാം ഉണ്ട്. അവിടെ അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ടൈൽസെല്ലാം നമ്മളൊരു മാർബിളിൻ്റെ ടൈൽസ് അല്ല, കബേർഡിൻ്റെ ആ ഇതെല്ലാം കാണുന്നില്ലേ, അതെല്ലാം ഒരു മാർബിളിൻ്റെ ആ ഒരു ടച്ച് വരുന്ന ആ ഒരു സംഭവം വരുന്ന ആ ഒരു കളറിലും ആ ഒരു സംഭവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ കിച്ചണ് കുറച്ച് എല്ലാം ഞാൻ പറഞ്ഞില്ല, താഴെ മാത്രമായിട്ട് നല്ല വലുപ്പമുണ്ട്. അവിടെ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്, ബാത്റൂം, അതായത് നമ്മളെ വാഷിംഗ് മെഷീനിലിടുന്നൊരു സ്ഥലം. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്കൊരു ഗ്രില്ലിൽ നല്ലൊരു നീളത്തിലൊരു വരാന്തയുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. നമ്മളെ പണ്ടത്തെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ബയ്യപ്പുറം എന്ന് പറയും, അതായത് ബാക്ക് സൈഡിൽ ഇത് കേട്ടോ ഒരു റൂമുണ്ടോ. ആ റൂമിൽ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂമിൽ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പാർട്ടി ഫങ്ഷനെല്ലാം വരുമ്പോൾ സെപ്പറേറ്റ് തന്നെ ഒരു ബിൽഡിങ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു ബേസിനും അടുപ്പെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ടി ഫങ്ഷൻ നടക്കുമ്പോൾ നല്ലതാണ്. പിന്നെ അവിടെ പുറത്ത് തന്നെ ഒരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനെ പുറത്തുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ അങ്ങനെ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. ഇതെനിക്കൊന്ന് വേസ്റ്റിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 പേപ്പർ വേസ്റ്റും ഫുഡ് വേസ്റ്റ് ആയിരിക്കും. ബാക്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 25 സെൻറ്റ് സ്ഥലമുണ്ട്. കാരണം ഇപ്പോഴത്തെ വീടുകളിലും സ്ഥലം വളരെ കുറവാണ്. കാരണം നമ്മളെല്ലാം വീടെടുക്കുന്ന 8 സെൻറ്റ് സ്ഥലത്താണ്. ഇത് ഞാൻ ഉള്ളുന്നൊരു സംഭവം ഡൈനിങ്ങിൽ നേരെ കാണുന്ന ഒരു കോർട്ട്യാർഡ് പോലത്തെ അതിൻ്റെ ഗ്രില്ലാണ് കാണുന്നത്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ശരിക്കും ഈ കാഞ്ഞിരോട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് രാത്രി ആയതുകൊണ്ടാണ് പുറത്തുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ആ ഒരു ബാക്ക് സൈഡിൽ തന്നെ കിണറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെ മെയിൻ കിച്ചണിലെ അവിടെ ഷെൽഫിൽ ഇങ്ങനെ ഇതാണെങ്കിൽ ഇതെല്ലാം കണ്ടാൽ ഞാൻ എടുക്കാണ്ട് നിൽക്കില്ല, നിങ്ങൾക്കറിയാലോ.
അതിൻ്റെ പിന്നെ ആ ഓപ്പോസിറ്റ് സൈഡ് മെയിൻ കിച്ചണിൻ്റെ ഉള്ളിൽ ഉള്ള സൈഡിലാണ് ഇതേപോലെ ക്രോക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, ഡെക്കർ ഐറ്റംസും മറ്റേ കാൻഡിലിൻ്റെ ഹോൾഡർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഡൈനിങ്ങിൽ ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരു ചായൻ്റെ കടിയിൽ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സിറ്റിങ്ങിൽ നിന്ന് നേരെ നിങ്ങൾ കാണുന്ന ഒരു പുറത്തേക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഇത് കണ്ട് ഈ സംഭവം മരത്തിൻ്റെ അത് ശരിക്കും പുറത്ത് നല്ല റേറ്റ് ഉണ്ട്. അത് അവൾ ആശാരിക്ക് അത് മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ആശാരിനെ കൊണ്ട് അവിടെയുള്ള നമ്മൾ പണിയെടുത്തിട്ട് ബാക്കിയുള്ള മരങ്ങളുണ്ട് റീപ്പർ സംഭവങ്ങൾ അതിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഈ സ്റ്റാൻഡ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ കോർട്ട്യാർഡ് നല്ല നല്ല വിശാലമായിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ പിന്നെ രാത്രിയായാലും നല്ല ഗ്രില്ലെല്ലാം ഇട്ടുകൊണ്ട് നല്ല സേഫാണല്ലോ ഇരുന്ന് സംസാരിക്കുക. വെറുതെ ഇരുന്ന് അവർ സംസാരിക്കാനെല്ലാം പറ്റിയ സംസാരിക്കുക, ചായ കുടിക്കുക, അങ്ങനെയുള്ളൊരു പ്ലേസാണ് ഇത്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ സിറ്റിംഗ് റൂം കണ്ടിട്ടില്ലേ, സിറ്റിംഗ് റൂമിൽ നിന്ന് റൈറ്റിലേക്ക് ഡൈനിങ്ങും ലെഫ്റ്റിലേക്കാണ് ഈ ബെഡ്റൂം വരുന്നത്, ഫസ്റ്റ് ബെഡ്റൂം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ബെഡ്റൂം വരുന്നത്. എല്ലാ റൂമും നല്ല സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കർട്ടൻ എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ ആദ്യം വെച്ച് അതിൻ്റെ ബാക്കിൽ എന്തോ സംഭവം ഉണ്ട്, നോക്കുമ്പോൾ ജനലാട്ടാ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് ജനലാണ്. ഞാൻ വെച്ച് എന്തോ അത് ഒരു നല്ല ആർച്ച് ടൈപ്പിൽ നല്ലോണം കവർ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ തോന്നിയത്. എല്ലാ റൂമിലും 3 റൂമിലും പിന്നെ ബാത്റൂമുണ്ട്. 4 റൂമിൽ 4 ബെഡ്റൂമുള്ള വീടാണ്. 4 ബെഡ്റൂം, പിന്നെ ഒരു ഹോള്, അങ്ങനെ കോർട്ട്യാർഡ്, പിന്നെ ഡൈനിങ് ഹാള്, കിച്ചണ്, ഓപ്പൺ കിച്ചൺ, അങ്ങനെയായിട്ട്. ആ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു റൂം, ആ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം. അവിടെയും അങ്ങനെ ഓൾമോ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട്, കാരണം മക്കളുടെ കല്യാണമെല്ലാം ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാമല്ലോ. പിന്നെ അവിടുന്ന് ആ ഒരു ഇങ്ങനെ പാസേജിൽ നമ്മുടെ ടി വിയും ഒരു സോഫ സെറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഓപ്പോസിറ്റ് സൈഡ് റൂം, പിന്നെ നേരെ ഒരു റൂം, ആ ഒരു സിറ്റിംഗ് ഏരിയൻ്റെ അവിടുത്തെ നിന്ന് നേരെ ഒരു റൂം. അതാണെന്ന് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അവൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത്. അത് ട്രഡീഷണലും കണ്ടംപററി മിക്സ് ചെയ്തിട്ടാണ് ആഷിഖ് മാമു ചെയ്തിരിക്കുന്നത്. ഓളെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ട്രഡീഷണലായിരുന്നു. ഇതവിടെയും ഒരു ബാത്റൂമൊന്നും അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഫർണിച്ചറെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ബെഡ്റൂമിൻ്റെ സൈഡ് മനസ്സിലെല്ലാം ഏകദേശം സ്ഥലമെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ലൈറ്റെല്ലാം കണ്ടിട്ട് നല്ലൊരു എലഗൻറ്റ്, നമ്മൾ ആ പഴയൊരു ചിമ്മിനിൻ്റെ സ്റ്റൈലുള്ള ലൈറ്റ്, നല്ല അടിപൊളി ക്ലോക്ക്, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എന്താ ക്ലോക്ക് ഉണ്ട് നല്ലൊരു. ഞാൻ ജസ്റ്റ് ആ ഒരു അവിടെയുള്ള ഐറ്റംസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നുള്ളൂ. ഇതിന് പിന്നെ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ ഡൈനിങ് എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം, അവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അത് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് നല്ല കായ് നിറച്ച് കല്ലുമ്മക്കായ് പൊരിച്ച് കോയട, പിന്നെ 2 ടൈപ്പ് നമ്മളെ കർമുറ ചിപ്സ്, അതെല്ലാം ഷഫ്നാൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. ഷഫ്നാൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ്റെ ഭാര്യ ഷൈദമ്മായി. അങ്ങനെ ഒന്നും കൂടി, കാരണം നമുക്ക് രാത്രിയും കാണാൻ നല്ല ഭംഗിയുണ്ട്, പകലിലും നല്ല. ഞാൻ പകൽ വീടോടെല്ലാം പോയപ്പോൾ കണ്ടിരുന്നു. ഇത് പിന്നെ നമ്മൾ ഹോം ടൂർ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോയതാണ്, കാരണം ഉമ്മ പോയിട്ടില്ല, ഉമ്മാനെയും കൂട്ടിയിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിട്ടുണ്ടാവില്ല, കാരണം ഏകദേശം ഒരു കറക്റ്റ് എനിക്ക് അറിയില്ല എത്രയാ സ്ക്വയർ ഫീറ്റ് എന്നുള്ളത്. ഓൾക്കും ഷഫ്നാക്കും കറക്റ്റ് അറിയില്ല, 3000-ൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത്. വീടിൻ്റെ പേര് ഹുൽം എന്നാണ്, ഹുൽം, അതായത് ഡ്രീം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ചായ എല്ലാം കുടിച്ച് അവിടുന്ന് ഞാനും മോനും ഉമ്മയും കൂടിയിട്ട് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയില്ലേ, നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരിക്കും ഷഫ്നാൻ്റെ നല്ലൊരു കൺസെപ്റ്റാണ്, കാരണം ഒരു നിലയിൽ തന്നെ മാക്സിമം എല്ലാ സൗകര്യവും ഒരു നിലയിൽ തന്നെ ആക്കിയിട്ട് എടുത്തത് ശരിക്കും നല്ലൊരു. കാരണം ഇപ്പോഴത്തെ ശരിക്കും മേലെ കയറലും വൃത്തിയാക്കലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒറ്റ നിലയിൽ ഈ വീട് എടുത്തിട്ടുള്ളത്, ആ ഒരു കൺസെപ്റ്റിനോട്. കാരണം ഇപ്പോൾ അങ്ങനെ ഒറ്റ നിലയിലൊന്നും വീട് എവിടെയും കാണലില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക.
പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, പിന്നെ ചുവടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ, മറക്കരുതേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോമേ കാണാം. അപ്പോൾ കാണുന്നത് വരെ ബായ്.